അണ്ണൻ വിളിക്കിറങ്ങി. എന്താണോ അണ്ണൻ വെളിയിലോട്ടിറങ്ങി വരി. നീ പണ്ട കണ്ട പെരിച്ചാലി പോലും നിമിടിക്കാണ്ട് കാര്യം പറ. ചെറിയ പയ്യന്മാരൊക്കെ വരുമ്പോ എന്ത് പറഞ്ഞു വിടുവോ അതെയോ? പറഞ്ഞോളൂ, ധൈര്യത്തിൽ പറഞ്ഞോളൂ. ഞാൻ കണ്ടാല് ഒരുപാട് പയ്യന്മാർ വന്നിട്ടുണ്ട്. 15 16 വയസ്സായി. എൻ്റെ ഒരു നല്ല ഫ്രണ്ട് ഉണ്ട്. എന്തുവാ വാസുണ്ണ ഇതൊക്കെ? പിന്നെ എന്ത്? അവളെ കൂട്ടുകാർ മുഴുവൻ +2 വിദ്യാർത്ഥികളാണ്. അവളെ ക്ലയന്റ് കൂട്ടുകാരില്ല. അവളെ കൂട്ടുകാർ മുഴുവൻ +2 വിദ്യാർത്ഥികളാണ്. പിഞ്ചു കുഞ്ഞാണല്ലേ? അയ്യോ അല്ല, 30 വയസ്സാകാൻ പോവാ. ഞാൻ പറയും, മക്കളെ നിങ്ങളുടെ അമ്മയാണ് അമ്മയൊക്കെ പ്രായം അല്ല ചോദിച്ചാ ഒന്നും പ്രശ്നമില്ല. ക്ഷമിക്ക്, അവൻ കൊച്ചല്ലേ, വിവരം വരാൻ ഇനിയും 2-3 വർഷം എടുക്കും. അതിനുള്ള വളം ഞാൻ ഇടുന്നുണ്ട്. അതിലും ഭേദം ടിക്ടോണ്ടിയാ. എനിക്ക് പ്രശ്നമാണ്, പറ്റൂല. അപ്പൊ സബിത ആന്റി അങ്ങനെയല്ലല്ലോ. ഞാൻ പറഞ്ഞു, നീ സബിത ആന്റിയുടെ അടുത്ത് പോയിക്കാന്ന് എന്റെ ഇഷ്ടം. മോനെ, ഇത്ര ചെറുപ്പത്തില് ഇത്ര വലിയ തമാശ പറയല്ലേ കൂമ്പോടിപ്പോ. ഞാൻ തമാശയല്ല, കാര്യമാ പറഞ്ഞേ. എന്തോ നിന്റെ ഭാവം? എനിക്ക് നിങ്ങള് എന്റെ കൂടെ വരാൻ പറ്റിയ ആൾക്കാരല്ല. നീ ഞരമ്പേ കളിക്കുമ്പോഴേ ഞാൻ പരമ്പേ കളിക്കുവാ കേട്ടാ. അവര് പിന്നെ കൊറേ ആനപുനമ്പത്താറെന്നൊക്കെ പറയും. ഇനി അത് വിശദീകരിച്ച് പറയണ്ടോ? എന്നാലും എന്റെ സാബുവേ, നീ വെസ്പ സ്കൂട്ടർ ഓടിക്കേണ്ട പ്രായത്തിൽ ബെൻസ് ലോഡ് ഓടിച്ച ശരിയായില്ല. അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. എന്ത് സ്പോർട്സ്മാൻ സ്പിരിറ്റായാലും സംഗതി ഇതല്ലടാ പീസ്. പക്ഷെ അതേ ടൈമിൽ ചില സമയത്ത് ഇപ്പൊ നമുക്ക് കയ്യിൽ ഒരു കാശുമില്ല, വിശന്നിട്ട് നിക്കുകയാണെങ്കിൽ അത് കുട്ടിയെന്നുള്ളതല്ല. ആരുടെയും സങ്കടം കണ്ടെടുക്കാൻ എനിക്ക് കഴിയില്ലേ, അതുകൊണ്ടാ. എന്നെക്കാളും കുറെ കൂടിയ വയസ്സാണെങ്കിലും അല്ലെങ്കിൽ അയാൾക്കൊരു മുരട്ടുതരമുള്ള ആളാന്ന് തോന്നിയാലും തൽക്കാലം കാശ് മേടിക്കുക, ബാക്കി മുരട്ടുതരക്കം നമുക്ക് ഫേസ് ചെയ്യാന്ന് പറഞ്ഞു പോവാ. അത് വേണ്ട കേട്ടോ, ഒന്ന് പോടാപ്പാ, ഒരു നോക്കട്ടെ.